ഇന്ന് ടി സിദ്ദിഖ് എം എൽ എ ആണ് നമുക്കിപ്പം ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ടി സിദ്ദിഖ്, നമസ്കാരം, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. എം എൽ എ, ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കളറായോ? ഓണം ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് ഈ കഴിഞ്ഞ തവണത്തെ ഓണം വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷമകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. ചൂരൽമലയും മുണ്ടകയും കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടുള്ള വലിയ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മൂഡിലേക്ക് കഴിഞ്ഞ തവണ ഓണത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ഞങ്ങളതെല്ലാം നല്ല രീതിയിൽ ആഘോഷപൂർവ്വം കൊണ്ടാടി. ഇന്നലെയാണ് ജില്ലാതലത്തിലുള്ള ഓണാഘോഷത്തിൻ്റെ ഒരു സമാപന പരിപാടി വൈത്തിരിയിൽ വെച്ചുകൊണ്ട് നടന്നു. എല്ലാ രീതിയിലും ആവേശകരമായിട്ടുള്ള ഓണാഘോഷമായി ഇത്തവണ മാറി. മാത്രമല്ല, മുണ്ടകൈ ചൂരൽമല ദുരന്തബാധിതരായ ആളുകളുടെ ഓണാഘോഷ പരിപാടിയും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു അതിജീവനത്തിൻ്റെ ആഘോഷം കൂടിയായി ഞങ്ങൾക്ക് ഈ ഓണം മാറുകയുണ്ടായി. ഓക്കെ, അടിപൊളി. ശരി എം എൽ എ, ഇപ്പോൾ വന്നിരിക്കുന്ന സങ്കടകരമായ ഒരു വാർത്ത എന്ന് വെച്ചാൽ ഇപ്പം പോലീസിൻ്റെ മൂന്നാം മുറ സംബന്ധിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം കുന്നംകുളത്തെ സംഭവം നമ്മൾ ആദ്യം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ കരുതിയെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു. ഇന്നടക്കം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പീച്ചിയിലെയും കോഴിക്കോട്ടെയും അടൂരിലെയും ഒക്കെയും സംഭവങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഈ സാധാരണക്കാരെന്നല്ല, നമ്മൾ ഓരോ മനുഷ്യരും നീതി തേടി എത്തുന്ന പോലീസ് സ്റ്റേഷനുകൾ ഇങ്ങനെ ഇടിമുറികളാകുന്നത് ഗുരുതരമല്ലേ എം എൽ എ? വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം കൊടുക്കേണ്ട, ജനങ്ങൾക്ക് വഴി കാണിക്കേണ്ട, പീസ്ഫുള്ളായ അന്തരീക്ഷം ഉണ്ടാക്കേണ്ട, നിയമപാലനം ഉറപ്പുവരുത്തേണ്ട അതിപ്രധാനമായിട്ടുള്ള സേനാ സംവിധാനമാണ് പോലീസ് എന്നുള്ളത്. ഈ പോലീസ്, ഞാനതിൽ ഒരു കാര്യം പറയാം. മുടക്കോഴി മലയിൽ നിന്ന് കൊടിസുനി അടക്കമുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്ത ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ. അതേ കൊടിസുനിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, പുറത്തു നിന്ന് ജയിലിലേക്ക് പോകുമ്പോൾ മദ്യം വാങ്ങിക്കൊടുക്കുകയും മദ്യം വാങ്ങാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പോലീസാണ് ഇപ്പോഴത്തെ പോലീസ്. മാത്രമല്ല, ക്രിമിനലുകൾ അഴിഞ്ഞാടുമ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ ഭരണകൂടം മാറുകയാണ്. ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ പല സമയത്തും പല രീതിയിലും പോലീസിനെതിരായിട്ടുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷേ ഈ ആക്ഷേപം ഒരു കാലഘട്ടത്തിലും ഉണ്ടാവാത്തതായിരിക്കുന്ന പോലീസിനെതിരായിട്ടുള്ള ആക്ഷേപം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കുന്നംകുളത്തെ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. പീച്ചിയിലെ സംഭവം, ഓരോ ദിവസവും ക്രമാതീതമായി ഓരോ ഇടത്ത് നിന്ന് പോലീസ് അട്രോസിറ്റീസ് വരികയാണ്. ഒരാൾക്ക് ജനമൈത്രി പോലീസൊക്കെ പോട്ടെ, ഒരാൾക്ക്, ഒരു സ്ത്രീക്ക്, ഒരു പൗരന് ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോകാൻ പറ്റുമോ? ഒരു തെളിവിന് വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോകാൻ പറ്റുമോ? പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾക്ക് വരെ, ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് വരെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് കൊല്ലം ജില്ലയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത് മുഴുവൻ കേരളത്തിലാണ്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കേരളത്തിലെ പോലീസിനെതിരെ ഉയർന്നിട്ട് പോലീസിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടും നടപടിയും സ്വീകരിക്കുന്നതിന് പകരം പോലീസ് സ്വീകരിക്കുന്ന സമീപനം CCTV ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കാൻ, അതുപോലെ തെളിവുകളെ അടിച്ചമർത്താൻ, പുകമറ സൃഷ്ടിക്കാൻ വൃഥാ വ്യായാമം ചെയ്യുന്ന ഒരു പോലീസ് സേനയുടെ ഏറ്റവും മോശമായിട്ടുള്ള രൂപം കേരളത്തിൽ കാണുകയാണ്. ഞങ്ങളൊരു കാര്യം പറയുന്നു. നാളെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചാണ്. കുന്നംകുളത്ത് ബഹുമാന്യനായ KPC പ്രസിഡന്റ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൽ മുഴുവൻ പ്രതിഷേധങ്ങൾക്ക് നാളെ നേതൃത്വം കൊടുക്കുകയാണ്. 15-ാം തീയതി കേരളത്തിലെ അസംബ്ലി വരികയാണ്. അസംബ്ലിയിൽ ഇതിന് മുഴുവൻ കൃത്യമായി, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനത്തിലാണ്. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല. ആരും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. നിയമസഭയുടെ ഫ്ലോറിൽ ഇവർ മറുപടി പറയേണ്ടി വരും. കേരളം മുഴുവൻ ഒരു കാലഘട്ടത്തിലും കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. നാളത്തെ സമരത്തോടു കൂടി കേരളം മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും പ്രക്ഷോഭങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ കടന്നു പോവുകയാണ്.
അതുകൊണ്ട് ഇപ്പോ നാളെ ഒരു സമരങ്ങൾ നടക്കുന്നു. കാലഘട്ടത്തിലും പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ കുന്നംകുളം സംഭവം അതിൽ ഈ 2 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വീഴ്ച പറ്റിയിട്ടില്ലേ? കാരണം 2 വർഷം സുജിത്തിന്റെ നിയമ പോരാട്ടമാണ്. അപ്പോൾ അന്നേ തന്നെ കടുത്ത പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഈ കുറ്റക്കാരെ പോലീസുകാർ ഇത്രയും നാൾ സർവീസിൽ തുടരുമായിരുന്നോ? ഒന്ന്, ഇത് നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് മുഴുവൻ സുജിത്തും അവിടെയുള്ള കമ്മിറ്റിയും വർഗീസേട്ടൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളാണ്. ആ പോരാട്ടത്തിനും ആത്മബലം നേതൃത്വം കൊടുത്തത് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വമാണ്. അത് കഴിഞ്ഞ് ആ പോരാട്ടത്തിൽ അവർ വിജയിക്കുന്നു. ആ വിജയിക്കുന്നതായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഷയം പാർട്ടിയുടെ മുഴുവൻ തലത്തിലും ഏറ്റെടുത്തു. പ്രാദേശിക തലത്തിൽ മാത്രം അറിയുമായിരുന്ന ഒരു പ്രശ്നം മേലെ തലത്തിലേക്ക് കടന്നു വരാതിരുന്ന പ്രശ്നം വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിയപ്പോൾ അത് മുഴുവൻ പാർട്ടി തലത്തിൽ ഏറ്റെടുത്തു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അവിടെ വന്നു, പ്രതിപക്ഷ നേതാവ് അവിടെ വന്നു, KPC പ്രസിഡന്റ് അവിടെ വന്നു, പാർട്ടി നേതൃത്വം മുഴുവൻ ഇതിനുവേണ്ടി സർവ്വസജ്ജമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അത് കുന്നംകുളം വിഷയം മാത്രമല്ല, അതിൽ കുന്നംകുളം വരും, അതിൽ പീച്ചി വരും, അതിൽ മറ്റുള്ള ഇടങ്ങളിൽ വരുന്ന പോലീസ് അട്രോസിറ്റീസ് വരും, എല്ലാവരും വരും. നേരത്തെ ഇത് വിഷയം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത് പ്രാദേശികമായ നേതൃത്വമാണ്. ഞാനതിൽ വർഗീസേട്ടനെ പോലെയുള്ളതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ, കോൺഗ്രസ് പ്രവർത്തകനെ പ്രത്യേകം ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ഇച്ഛാശക്തിയാണ്, ശ്രീ സുജിത്ത് അടക്കമുള്ളതായിരിക്കുന്ന ആളുകളുടെ ഇച്ഛാശക്തിയാണ് പോരാട്ടം നടത്തി ഇതിൻ്റെ മുഴുവൻ കൾപ്രിറ്റ്സുകളെയും പുറത്തു കൊണ്ടുവരണം എന്നുള്ളതായ അവരുടെ ആത്മവിശ്വാസമാണ്, പാർട്ടി എന്നുള്ളതായിരിക്കുന്ന വികാരമാണ് ഇത് പുറത്തെത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം. അത് പുറത്തെത്തിച്ചു, പാർട്ടി മുഴുവൻ ഏറ്റെടുത്തു. ഇന്ന് കേരളം മുഴുവൻ സജീവമായി അത് ചർച്ചയായി നിൽക്കുകയാണ്. കേരളത്തിലെ വീടുകളിൽ, കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ, പൊതുസമൂഹത്തിനിടയിൽ, കേരളത്തിലെ വീടിൻ്റെ ഗൃഹാന്തരീക്ഷങ്ങളിൽ കേരളത്തിലെ പോലീസിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. കാക്കി ഉടുത്ത് പുറത്തു പോയാൽ ജനങ്ങളെ കണ്ടാൽ അവരെ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത്രയും അപമാനകരമായ സാഹചര്യമാണ്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. കേരളത്തിൻ്റെ DGP പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. പറയണം, ഞങ്ങൾ പറയിപ്പിക്കും. പറഞ്ഞില്ലെങ്കിൽ 15-ാം തീയതി അസംബ്ലി വരുമ്പോൾ അവിടെ അക്കമിട്ട് നിരത്തി കാര്യങ്ങൾ ചോദിക്കും, പറയേണ്ടി വരും. അവിടെ തർക്കമില്ല. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ എന്തെങ്കിലും ചെറിയ ചെറിയ തട്ടാമുട്ട ഏർപ്പാട് നടത്തിയാൽ പോരാ. നടപടി സ്വീകരിക്കുകയാണെങ്കിൽ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും നടപടി എടുക്കേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ന്യായമായ നടപടി എടുക്കാതിരിക്കുന്നത്. കുന്നംകുളം നടപടി എടുത്താൽ അത് പീച്ചിയിൽ വേണ്ടി വരും, അത് മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വേണ്ടി വരും. അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഒരു പറ്റം ക്രിമിനലുകളായ പോലീസുകാരെ മുഴുവൻ ആക്ഷൻ എടുക്കേണ്ടി വരും. അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്, അത് എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കുന്നംകുളത്തും പീച്ചിയിലുമൊക്കെ ശക്തവും കൃത്യവുമായിട്ടുള്ള മെസ്സേജുള്ള നടപടിയെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്. ശ്രീ ടി സിദ്ദിഖ്, ഇപ്പം DYSP MR മധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിന്റെ പുറത്തു വന്ന ശബ്ദരേഖയൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. തെറി വിളിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ശബ്ദരേഖയിൽ ഇന്നലെ നമ്മൾ ഓരോരുത്തരും കേട്ടു. മാത്രമല്ല, ഈ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പോലീസ് സേനയ്ക്കുള്ളിലെ പല പടലപ്പിണക്കങ്ങളും കാരണമാണ് എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ പേർ ആരോപണവുമായി രംഗത്ത് വരുമെന്നൊക്കെ സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുമ്പോൾ ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് ഈ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ക്രിമിനലുകളാണെന്നല്ല ശ്രീ ടി സിദ്ദിഖ്? ഇതില് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് വളരെ ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ്. ഏത് വൃത്തികേടും എന്തും ചെയ്താൽ സംരക്ഷിക്കാനും ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന വക്കാലത്ത് പിടിക്കാനും ഒരു ഭരണകൂടം ഇവിടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ, അത് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു യാത്രയുമായി നവകേരള സദസ്സുമായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സംരക്ഷകരായിട്ടുള്ള പോലീസ് അഴിഞ്ഞാടിയപ്പോൾ അവിടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പ്രഖ്യാപിച്ചതായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ. എല്ലാ രീതിയിലുള്ള പോലീസിൻ്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം. ജയിലിനകത്ത്
ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ, മദ്യം ഉപയോഗിക്കാൻ, അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അവിടെ നിന്നുകൊണ്ട് കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കാൻ, സ്വർണം പൊട്ടിക്കാൻ ഒക്കെ നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന കൊടിസുനിമാരെ വാഴിക്കുന്നതായ ഒരു ഭരണകൂടം ഇവിടെയുണ്ട്. അവർ പുറത്തു വരുമ്പോൾ അവർക്ക് മദ്യം വാങ്ങാൻ കാവൽ നിൽക്കുന്ന, മദ്യം വാങ്ങിക്കൊടുക്കുന്ന ഒരു പോലീസിന്റെ സംരക്ഷണ കവചം ഇവിടെയുണ്ട്. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പാർട്ടി സെക്രട്ടറിയെ പോലെയുള്ള പ്രാദേശിക പാർട്ടി നേതാവ് ഒരു പരാതിക്കാരിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ വെച്ചുകൊണ്ട് ആ പരാതിക്കാരനെ അപമാനിച്ച് പുറത്തു വിടുന്നതായിരിക്കുന്ന ഒരു പോലീസ് സംവിധാനമുണ്ട്. ഒരു പരാതി ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നാൽ അവരെ അടിച്ച് തൊഴിച്ച് മക്കളുടെ മുമ്പിലിട്ട് പിതാവിന്റെ മുമ്പിലിട്ട് മകനെ, അതുപോലെ നിർദാക്ഷിണ്യം മർദ്ദിച്ച് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന ഇടിമുറിയായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയതായിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇത്രയൊക്കെ നിരന്തരം വിഷയമുണ്ടായിട്ടും ഒരു രീതിയിലും പ്രതികരിക്കാത്തൊരു ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ട്, മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ പറയുന്നു, കുന്നംകുളത്ത് നടപടിയെടുക്കാത്തതിൻ്റെ പ്രശ്നം, കൃത്യവും വ്യക്തവുമായ മെസ്സേജ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നം. അങ്ങനെ മെസ്സേജ് എടുത്താൽ അങ്ങവിടെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ളതായിരിക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പലയിടത്തും നടപടിയെടുക്കേണ്ടി വരും. അങ്ങനെ നടപടിയെടുത്താൽ പോലീസ് സേന കൂപ്പുകുത്തും. അതുകൊണ്ട് ഇപ്പോൾ അപരാധികളായ ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള നയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വ്യക്തമാണ്. ശ്രീ ടി മറ്റൊരു കാര്യം, ഇപ്പം ഈ കുന്നംകുളം വിഷയത്തിലെ ഇന്നലത്തെ കോൺഗ്രസ് പ്രതിഷേധമൊക്കെ ശക്തമായിരുന്നു. നാളെ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയുമാണ്. പക്ഷേ അപ്പോഴും ഈ യൂത്ത് കോൺഗ്രസിനൊരു നാഥനെ കണ്ടെത്താൻ ഇനിയും കാത്തിരിക്കണോ ശ്രീ ടി സിദ്ദിഖ്? കാരണം യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കടുപ്പത്തിൽ ഈ പ്രതിഷേധമൊക്കെ ആളിപ്പടരുമായിരുന്നില്ലേ? യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാറിയിട്ട് അല്പസമയമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന് പുതിയ ഉജ്ജ്വലമായിട്ടുള്ള നീണ്ട പ്രവർത്തകന്മാർ യൂത്ത് കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ് പൂർത്തീകരിക്കാൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഒരു ചെറിയ സമയം മാത്രമേ ഇതിലെ പ്രശ്നമുള്ളൂ. അല്ലാതെ മറ്റൊരു രീതിയിലും അതിൽ കാലവിളംബം ഉണ്ടാവില്ല. അടിയന്തരമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പുതിയ ഒരു ഉജ്ജ്വലനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വം കടന്നു വരും, തർക്കമുണ്ട്. ഓക്കെ, ശ്രീ ടി സിദ്ദിഖ്, അവസാനം ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ ഇരട്ട വോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ കൂടി വരികയാണ്. ഇതിപ്പോൾ കോഴിക്കോട്ടെ ഇരട്ട വോട്ട് ആരോപണം DCC പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു. ഇന്നലെ വയനാടിന്റെ CPIM സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, അങ്ങയ്ക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം, രണ്ടിടത്ത് അങ്ങയ്ക്ക് വോട്ടുണ്ടെന്ന് ചിത്രസഹിതം അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങ് അതിന് മറുപടിയും ഒക്കെ നൽകിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് പാർട്ടി? അല്ലേ, എനിക്കെതിരായി ഇന്നലെ വന്നിരിക്കുന്ന ആരോപണം അത് ദുർബലവും ബാലിശവുമായിരുന്നു. കാരണം ഞാനിപ്പോൾ സ്ഥിരതാമസം, ഇപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ ചാനൽ റിപ്പോർട്ടറും ലേഖികയും പിന്നെ ക്യാമറമാനും വന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ആണ് ഈ പ്രോഗ്രാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്, ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ സ്ഥിരതാമസമുള്ളത് ഇവിടെയാണ്, കൽപ്പറ്റയിലെ ഓണിവയൽ വാർഡിലാണ്. ഇവിടെയാണ് ഞാൻ വോട്ട് ചേർത്തിയത്. നിങ്ങൾ ആലോചിക്കണം, മറ്റ് അസംബ്ലി പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടർ പട്ടിക വോട്ട് ചേർക്കുന്ന പ്രോസസ് പോലെയല്ല നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഒരു പഞ്ചായത്തിൽ നിന്നൊരു മുനിസിപ്പാലിറ്റിയിലേക്കോ ഒരു പഞ്ചായത്തിൽ നിന്ന് വേറെ പഞ്ചായത്തിലേക്കോ വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആകെ ചെയ്യാൻ സാധിക്കുന്നത് വോട്ട് ചേർക്കൽ മാത്രമാണ്. ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, ഫോം നമ്പർ 7 ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ്? പഞ്ചായത്തിനകത്താണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് അകത്താണെങ്കിൽ ഒരു വാർഡിൽ നിന്ന് വേറെ വാർഡിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെയ്യാൻ സാധിക്കുന്ന ഫോം നമ്പർ 4 ഉപയോഗിച്ചുകൊണ്ട് പുതിയ വോട്ടായി ചേർക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പുതിയ വോട്ട് ചേർത്തു, അതിൻ്റെ കൂടെ എൻ്റെ ID കാർഡ് വെച്ചു, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇവിടെ ഞാൻ വോട്ട് ചേർക്കുമ്പോൾ ആ വോട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. EROമാരുടെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഹാൻഡ് ബുക്കിൻ്റെ 6-ാം അധ്യായം 11-ാം കോളം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു പുതിയ വോട്ടർ വോട്ട് ചേർക്കാൻ തന്നാൽ അദ്ദേഹത്തിന് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ്. അത് വളരെ കൃത്യമാണ്. ഞാനല്ലാതെ എൻ്റെ 2 വോട്ട് ഞാൻ എവിടെയെങ്കിലും ചേർത്തിയോ?
ചേർത്തില്ല. ഞാൻ ഇവിടെ ചേർത്തി. സ്വാഭാവികമായും അവിടെയുള്ള വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അതിൻ്റെ നടപടി. ആ നടപടി സ്വീകരിക്കേണ്ടത് അവരാണ്. മാത്രമല്ല, ഇനിയും റെക്ടിഫിക്കേഷനുള്ള സമയമുണ്ട്. അല്ലാതെ യഥാർത്ഥത്തിൽ CPM ജില്ലാ സെക്രട്ടറി ചെയ്തിരിക്കുന്നത് വോട്ട് ചോരി എന്ന് പറയുന്നൊരു വലിയ വിവാദമുണ്ട്. വലിയ വിവാദം. അത് ചെറിയ വിവാദമല്ല. രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണത്തെ ദുർബലപ്പെടുത്താനുള്ള സമീപനമാണ്. BJPയെ സഹായിക്കുകയാണ്. യഥാർത്ഥത്തിൽ BJPയുടെ നാവായി പ്രവർത്തിക്കുകയാണ് അവർ ചെയ്തത്. ഇത്തരം ബാലിശവും ദുർബലവുമായിട്ടുള്ള ആരോപണം കൊണ്ടുവന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ അവർ ഏറ്റവും വലിയ ഉപകരണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അത് രാജ്യവ്യാപകമായി നടക്കുന്ന വോട്ട് ചോരിയുടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത, വിഭാവനം ചെയ്തതായിരിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ ബാലിശമായ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. അല്ല, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ അവിടെ ഒരു കാര്യം പറയാം. ഇത് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെ വ്യാജ വോട്ട് ചേർത്ത് ഇങ്ങനെ രണ്ടിടത്ത് വോട്ട് ചേർത്തു. ഇനിയും റെക്ടിഫൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതൊക്കെ നിലനിൽക്കെ ഞാൻ രണ്ടിടത്ത് വോട്ട് ചേർത്തിയില്ല. ഞാൻ ജീവിക്കുന്നത്, ഞാൻ താമസിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ കൽപ്പറ്റയില്ല. അതുകൊണ്ട് എൻ്റെ വോട്ട് ഇങ്ങോട്ട് ഞാൻ മാറ്റി. സ്വാഭാവികമായി അവിടെയുള്ള വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായി ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ നിർവഹിച്ചില്ല. അവർക്കെതിരെ പറയുന്നതിന് പകരം ഞാൻ രണ്ടിടത്ത് വോട്ട് ചേർത്തിന്ന്. ഞാൻ രണ്ടിടത്ത് വോട്ട് ചേർത്തിയില്ല. ഞാൻ ഒറ്റയിടത്തെ വോട്ട് ചേർത്തിയുള്ളൂ. EROയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കാത്തതിന് അവർക്കെതിരെ സംസാരിക്കേണ്ടതിന് പകരം എനിക്കെതിരെ സംസാരിച്ചത് യഥാർത്ഥത്തിൽ BJPക്ക് ആയുധം കൊടുക്കാൻ വേണ്ടിയുള്ള CPMന്റെ അജണ്ടയാണ്. അതിൽ CPM BJPയുടെ ആയുധമായി, നാവായി വയനാട്ടിലെ CPM ജില്ലാ സെക്രട്ടറി ദുർബലപ്പെട്ടു എന്നുള്ളത് അപമാനകരമാണ്. ഓക്കെ, ശരി, വ്യക്തമാണ് ശ്രീ T. സിദ്ദിഖ്. അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്കൊപ്പം ചേർന്നതിന്, കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായും ന്യൂസ് മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി.